പിള്ളേര് കളിയടച്ചെന്ന് പറഞ്ഞു. എനിക്കൊക്കെ തിരുവനന്തപുരത്തെ പിടിച്ചന്റെ കളിയാ. ജോൺസൺ ഈ നഗരം അങ്ങ് നന്നാക്കുക. കൂടെ കട്ടക്ക് നിങ്ങൾ 5-6 പോലീസുകാർ വേണം. അതൊക്കെ പറയേണ്ട കാര്യം കേട്ടോ. സാറിന് സല്യൂട്ടിട്ട് എത്ര വക അങ്ങനെ സംഭവം. AR മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ നിൽക്കുന്ന എറണാകുളം നോർത്തില് കൊച്ചിൻ ഹനീഫയുടെ വീടിന്റെ ഉമ്മറത്തെയാണ്. അദ്ദേഹത്തിന്റെ പഴയ വീടാണ്. അപ്പൊ ഇവിടുത്തെ ഓർമ്മകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. നമ്മുടെ കൂടെ കുറച്ച് കലാകാരന്മാരുണ്ട്. ഹനീഫയുടെ സൗണ്ട് എടുക്കുന്ന ഒരാളും കൂടെ ഉണ്ട്. നമുക്ക് ചോദിക്കാം. നമസ്കാരം. എന്താ ഇവിടെ വരുമ്പോ സത്യം പറഞ്ഞ സങ്കടം വരും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനീഫയുടെ ജനിച്ചു വളർന്നൊരു വീടാണത്. കാരണം നമ്മുടെയൊക്കെ ഓർമ്മകൾ എന്തോ സിനിമകളാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് വാത്സല്യ സിനിമ, ഭീഷ്മാചാര്യ, അതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹനീഫ് സംവിധാനം ചെയ്ത സിനിമകൾ ഇന്ന് പല ചാനലിലും, അതായത് ഈ യൂട്യൂബ് ചാനലിലൊക്കെ എന്ന് പറയുമ്പോൾ വാത്സല്യ സിനിമ ചിത്രീകരിച്ച വീടാന്നൊക്കെ പറയുമ്പോ ചങ്കിരി പിടക്കലാണ് സത്യം പറയാം. ഞാനൊരു ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇക്കടെ അനിയനുണ്ടായിരുന്നു. വീടിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു നന്നായിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഞാനെന്നാലും ഇക്കടെ പറഞ്ഞു, ഇക്ക ഈ വീട് പൊളിക്കരട്ടോന്ന് പറയും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഓർമ്മകളൊക്കെ ഇനി അല്ലേ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ആളുകളുണ്ട് നമ്മളെ അഭിനയിച്ച് വിട്ടുപോയെങ്കിലും നമ്മുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്ന. കാരണം വില്ലൻ, കോമഡി അല്ലേ, എന്താ പറയാ പക്ഷേ ഒരു കാര്യമാണ്, നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷമുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, പിന്നെ എല്ലാം തീർന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ സത്യം പറഞ്ഞൊരു അല്ലേ പ്രതിഭ ഒരു എന്താ പറഞ്ഞൊരു ആ ഒരു പണ്ടത്തെ ഒരു 99-80 കാലഘട്ടത്തിലേക്ക് നമ്മൾ പണ്ടൊക്കെ മമ്മൂക്കയൊക്കെ ഇവിടെ വരുമായിരുന്നു. നമുക്ക് ഇവിടെ വരുന്ന ഇക്ക പറഞ്ഞായിരുന്നു, അനിയും പറഞ്ഞായിരുന്നു. ഇവിടെ വന്നിട്ട് കട്ടൻ ചായ കുടിച്ച് രാത്രി 12 മണിയാകുമ്പോ എന്താ സാഗരസാക്ഷി അങ്ങനെയൊക്കെയുള്ള ഒരു മൂവിയൊക്കെ ഉള്ള ടൈമില്. പിന്നെ കലാഭവൻ അറിയാലോ, അപ്പൊ ജയറാമേട്ടൻ, ദിലീപേട്ടൻ ഒക്കെ വരുമായിരുന്നു. റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്തുള്ളതുകൊണ്ട് കൂടുതൽ ആക്ടേഴ്സ് വരുമ്പോഴും അവരെപ്പോഴും ഇവിടെ വന്ന് തന്നെ നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലം തന്നെ. ഞാൻ മിമിക്രിയിൽ ഹനീഫ് ഖാൻ അനുകരിക്കാറുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഒരു വലിയ ഇതാവില്ലെങ്കിലും ചെറുതായിട്ട് ചെയ്യാം. അതായത് നമ്മുടെ മീശ മാധവ സിനിമയിലെ ഒരു സംഭാഷണമുണ്ടല്ലോ, പിള്ളേര് കളിയടച്ചെന്ന് പറഞ്ഞു. എനിക്കൊക്കെ തിരുവനന്തപുരത്തെ പിടി. അപ്പൊ വേറൊരു സിനിമ ഉണ്ടല്ലോ, അതായത് പുള്ളി പറക്കും തെളിയില് മറ്റേ സാധനമില്ല, അത് കാണിക്കാൻ പറ്റുമോ? ആ മറ്റേ പുള്ളി കേറിയിട്ട് മറ്റേ ദിലീപേട്ടനും അശോകൻ ചേട്ടനും കൂടെ മറ്റേ പറഞ്ഞൊരു ഫോട്ടോ നോക്കി പറഞ്ഞു എന്റെ അച്ഛൻ, അതായത് ഇടി നടന്നോണ്ടിരിക്കും. എന്റെ അച്ഛ ക്ഷമിക്കാൻ അവര് മീശ മുതല് പുള്ളി ഇങ്ങനെ കണ്ണിലേക്ക് ഇത് വെച്ചിട്ട് ഇതെന്താ പറയോ, ഉറക്കാണ്ടിരിക്കാണ്. ഇതെങ്കിലും വെച്ചാല് ഉറക്കില്ല, ഈർക്കില് അങ്ങനെ കുറെ. എനിക്കൊക്കെ തിരുവനന്തപുരത്തെ പിടി. അതുപോലെ നമ്മളെ മറക്കാൻ പറ്റുന്നത് കിരീടത്തിലെ ചെങ്കോലല്ലേ, കിരീടത്തിലാന്ന് തോന്നണം സേതുപാത്രം കളിച്ചിട്ടില്ല, കൊത്തി വളർത്തി പതി ഹൈദരാബാദ് ആരത്തറി അങ്ങനെ സൗണ്ട്. ഞാനിപ്പോ അധികം എടുക്കാറില്ല, പക്ഷെ അദ്ദേഹത്തിനോട് ഇഷ്ടം കൊണ്ട് എടുത്താട്ടോ. എന്തായാലും ഈ വീട്ടിൽ വന്നപ്പോ ഒരു ഭയങ്കര ഫീലിങ്സ്. വാത്സല്യം പടമൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതുകൊണ്ടല്ലേ എനിക്ക് ഇഷ്ടം. ശരിക്കും പറഞ്ഞാൽ ഞാൻ കോമഡിയാണ്, പുള്ളിയുടെ കോമഡി കുറെ ആസ്വദിച്ചിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ ചെറുപ്പകാലത്ത് പുള്ളിയുടെയൊക്കെ കോമഡിയെ കണ്ടു വളർന്നതാണ്. ജയചേട്ടൻ അവരുടെയൊക്കെ കോമഡിയാണ്. ഇപ്പൊ തന്നെ കോമഡി എന്നൊക്കെ പറയണ്ട അത്ര ഒരു എന്താണെന്ന് അറിയില്ല. അല്ല, നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം ഹനീഫ് കോമഡി ചെയ്യും തോന്നിയിട്ടുണ്ടോ? പറക്കുന്നളിക കണ്ടു കഴിഞ്ഞാൽ മറ്റേ പറക്കുന്നളിക, പിന്നെ അവസാനം ഇറങ്ങിയ കളേഴ്സ് ദിലീപേട്ടന്റെ, അതിലൊക്കെ നല്ലൊരു വേഷം ചെയ്തിരുന്നു. ഒരു ഓർമ്മകൾ വീടാണിത്. പെട്ടെന്ന് വിട്ടുപോയി. ഇപ്പൊ ഒരു അല്ലേ, അവിടെ യൂട്യൂബിലേക്ക് കുറെ വീഡിയോ ഒക്കെ എടുത്ത് കാണുമ്പോ വെച്ച് കഴിഞ്ഞാൽ ഒരു ആ മരണ സമയത്തുള്ള വീഡിയോസ് കാണുമ്പോൾ ശരിക്കും ചങ്ക് പൊട്ടും. മമ്മൂക്കായിട്ട് നല്ല ബന്ധമായിരുന്നു. അതെ, മമ്മൂക്കായിട്ട് നല്ലൊരു ഇതാണ്, ഒരു അടുപ്പായിരുന്നു അദ്ദേഹം. പിന്നെ ഇവിടെ അടുത്തൊക്കെ വീടുണ്ട്, പള്ളിമുക്കിലൊക്കെ വീടുണ്ട്. ഇത് ജനിച്ചു നിർമ്മിച്ച അദ്ദേഹമാണല്ലേ ആ സാറിന്റെ പടമാണ്, സാറ് ഡയറക്ട് ചെയ്ത പടമാണ്. നിർമ്മിച്ചാരാണെന്ന് അറിയില്ല, ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ പ്രൊഡക്ഷൻ ബോയ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ടൈം ഉണ്ടായി വന്നത്. അപ്പൊ നമ്മുടെ മറ്റേ സിനിമയിൽ 2020 ആ സിനിമയില് ഒരു സംഭവം നമ്മുടെ ഷൂട്ട് നടക്കുമ്പോ കണ്ടു. അന്ന് പോയിട്ട് ജസ്റ്റ് സംസാരിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ കമ്പനി ഒന്നും സംസാരിച്ചു. പക്ഷെ ആള് മരിക്കുമെന്ന് നമുക്ക് അറിയാനും പാടില്ലല്ലോ ആ സമയത്ത്. പിന്നെ വേറെ കേസുകൾ പ്രതിഭ പഴയ നടന്മാര് നമ്മുടെ മനസ്സിൽ തട്ടി. ഇപ്പോഴത്തെ ഉള്ളവരല്ല, നമ്മൾ സ്നേഹിച്ച് ഒരുപാട് പേര് നമ്മൾ വിട്ടുപോയിട്ടുണ്ട് ഈ അടുത്ത കാലങ്ങളിൽ. അവരൊക്കെ ആ പഴയ പടങ്ങൾ കാണുമ്പോൾ ഇനി ഉണ്ടാവില്ല. അങ്ങനെ നമ്മളാ മലയാള ചലച്ചിത്രം 4 മണിക്കെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. വിട്ടുപോയ പിരിഞ്ഞൊരു മണിച്ചേട്ടന്റെ ഒരു വോയിസും കൂടി വന്നു. മണിച്ചേട്ടനും ഹനീഫ് ഖായും മറ്റേ ബെൻ ജോൺസൺ അങ്ങനെ ഒരുപാട് പടത്തില് ബെൻ ജോൺസൺ ഒരു സാധനം ഉണ്ടല്ലോ, ഇനി ഇവിടെ ജോൺസന്റെ കളിയാ. ജോൺസൺ ഈ നഗരം അങ്ങ് നന്നാക്കുക. കൂടെ കട്ടക്ക് നിങ്ങൾ 5-6 പോലീസുകാർ വേണം. അതൊക്കെ പറയേണ്ട കാര്യം കേട്ടോ. സാറിന് സല്യൂട്ടിട്ട് എത്ര വക അങ്ങനെ സംഭവം.
എന്തായാലും സന്തോഷം ഈ ഇവിടെ വരാൻ സാധിച്ചില്ല. ഇവിടെ നേരത്തെ ഞാൻ വന്നപ്പോ എന്ന് പറഞ്ഞാൽ അനിക്കാടെ അനിയനുണ്ടായിരുന്നു, ഒരുപാട് നേരം സംസാരിച്ചു. അനിക്കാനെ പോലെ തന്നെ കുറെ തമാശയൊക്കെ പറഞ്ഞു. പിന്നെ ഒരാളെന്തോ ഉള്ള പ്രൊഡ്യൂസറാണ്, നമ്മുടെ സദാനന്ദന്റെ സമയം ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസറാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട് സിനിമാ മേഖലയിൽ. ഈ വീട് പൂട്ടിക്കിടക്കുവാണല്ലോ. ഇപ്പൊ ആരുടെ പേര്? നൗഷാദ് അങ്ങനെ എന്താ പേരെന്ന് തോന്നുന്നുണ്ടോ? പൂട്ടി കിടക്കണ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും